ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് പതിവ് പോലെ തന്നെ ബിറ്റ് കോയിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $2.37 ട്രില്യൺ, ഒരു 1.46% ഇൻക്രീസ് ആണ് ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 48.08 ബില്യൺ ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഒരു 11.69% ഡിക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ബിറ്റ് കോയിൻ ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ 53.36% ഡിക്രീസ് ബിറ്റ് കോയിൻ ഡോമിനൻസിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു 0.16% ഡിക്രീസ് ആണ് ഒരു ദിവസം കൊണ്ട് ബിറ്റ് കോയിൻ ഡോമിനൻസ് സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഫിയർ ആൻഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 58 ന്യൂട്രൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ബാക്കിയുള്ള ബിറ്റ് കോയിനും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് ഫുൾ റെഡ് കളറായിരുന്നു കാണാൻ പറ്റിയിരുന്നത്. അതായത് എല്ലാ ചാർട്ടും അത്യാവശ്യം റെഡിഷ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നതായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ മാറുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ 47 സംതിങ് ഉണ്ടായിരുന്നു ഫിയർ ആൻഡ് ഗെയിൻ ഇൻഡെക്സ്. ആൻഡ് അതൊരു 58 പോയിട്ടുണ്ട്. ഒരു ഗ്രീഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പതുക്കെ കറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. ആൻഡ് ഇവിടെ കോയിൻ മാർക്കറ്റ് ആപ്പിലെ അവസ്ഥ നോക്കിയാൽ നമുക്ക് ബിറ്റ് കോയിനിലായാലും മറ്റുള്ള ഓൾട്ട് കോയിൻസിലായാലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 24 അവറിലായാലും കഴിഞ്ഞ 1 അവറിലായാലും കഴിഞ്ഞ 7 ഡേയ്സിലായാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ബിറ്റ് കോയിൻ കഴിഞ്ഞ 24 അവറിൽ ഒരു 1.71% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എത്തേറിയത്തിൽ ഒരു 3.18% ഇൻക്രീസ് എത്തേറിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ BNBയിലായാലും സൊളാനയിലായാലും ടോൺ കോയിനിലായാലും അങ്ങനെ അത്യാവശ്യം എല്ലാ ഓൾട്ട് കോയിൻസിലും ചെറിയ രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള വീക്ക് ആകുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ പോയിട്ട് കാണാനായിട്ട് പോകുന്നത്. ബിറ്റ് കോയിൻ്റെ ചാർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു നോൺ KYC എക്സ്ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ BingX എന്ന് പറയുന്ന എക്സ്ചേഞ്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. ബൈനാൻസും ബൈബിറ്റും ഒക്കെ പോലെ തന്നെ നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. ആൻഡ് കോപ്പി ട്രേഡിംഗ്, ഡെമോ ട്രേഡിംഗ് പോലുള്ള നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ആദ്യമായിട്ട് സൈൻ അപ്പ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് റിവാർഡുകളും കാര്യങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. ആൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ചാർട്ടിലാണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു ടോപ്പ് ഫാസ്റ്റ് MAയും ബോട്ടം ഫാസ്റ്റ് MAയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബിറ്റ് കോയിൻ ഗോൾഡൻ പ്രൈസൊക്കെയുള്ള 2 മൂവിങ് ആവറേജ് ലൈൻസ് ആണിത്. ആൻഡ് ഈ ഒരു മൂവിങ് ആവറേജ് ലൈൻസിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഹാവിങ്ങിന് ശേഷം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളത്. അത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള വർഷങ്ങളിലെ ഹാവിങ്ങിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സോ അത് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഈ ഒരു ബോട്ടം ഫാസ്റ്റ് MAയിലും ടോപ്പ് ഫാസ്റ്റ് MAയിലും ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള റിജക്ഷൻ പ്രൈസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നമുക്കിവിടെ ഈ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലായിരുന്നു ബിറ്റ് കോയിൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഷോർട്ട് പൊസിഷൻസ് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇവിടെ നല്ല 8ൻ്റെ മണി കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രൈസ് തിരിച്ച് ആ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ആ ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വീണ്ടും കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ബാരിഷ് ആയിട്ടുള്ള സൈനായിട്ട് നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിൽ ബാരിഷ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഈ രീതിയിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിലൊക്കെ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഷോർട്ട് പൊസിഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റായിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യതകളൂടെ ഉണ്ട്. ഓക്കെ, അതിന് മാത്രമല്ല ഒരുപാട് ഷോർട്ട് പൊസിഷൻസ് വരും ദിവസങ്ങളിൽ ലിക്വിഡേറ്റ് ആയി പോകാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ആൻഡ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇത് ഒരു ലോവർ ഹൈ ആയിട്ട് മാറി ഇവിടെ നിന്ന് വീണ്ടും പ്രൈസിന് റിജക്ഷൻ കിട്ടി ഈ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ലെവലിന് താഴേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു ബാരിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അതിന് മുൻപേ തന്നെ പ്രൈസിന് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയും പ്രൈസ് ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റിജക്ഷൻ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് താഴേക്ക് ഒരു ഷോർട്ട് പൊസിഷൻ ടാർഗറ്റ് ആയിട്ട് ഒരു $52,000 ബിറ്റ് കോയിൻ പോകുമെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. സോ ഈ ദിവസങ്ങൾ ഈ ഒരാഴ്ച നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാഴ്ചയാണെന്ന് തന്നെ പറയാനായിട്ട് വരും. കാരണം ഇവിടെ സംഭവിക്കുന്ന പ്രൈസ് ആക്ഷൻ ഏത് രീതിയിലാണ് എന്നതിനനുസരിച്ചായിരിക്കും പ്രൈസ് അടുത്തതായിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റാം.
ഓക്കെ, അപ്പോൾ അതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യം. ആൻഡ് ഒരു 12 അവർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവലിലേക്ക്, ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിലേക്ക് നമുക്കൊരു റീടെസ്റ്റ് കിട്ടുന്നുണ്ട്. പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. ആൻഡ് ആ ഒരു ഏരിയയിലേക്ക് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയ്ക്ക് അകത്ത് പ്രൈസ് നിൽക്കുകയാണെങ്കിൽ, ഈ ഒരു ഗോൾഡൻ ലെവലിനകത്ത് പ്രൈസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാരിഷ് ആയിട്ടൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രൈസ് ആ ഒരു ഗോൾഡൻ ലെവലിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ആ ലെവലിന് മുകളിൽ ഈ 0.786 എന്ന് പറയുന്ന ഒരു $65,000 പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിൽ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടിയിട്ടില്ല, അതിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലാണ് നിൽക്കുന്നത്. സോ അത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഓവറോൾ നമ്മൾ ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം വെച്ചുകൊണ്ട് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് കൺഫർമേഷൻസ് അവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടോടെ ചെയ്യാനായിട്ടുള്ള കാര്യം. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ 0.786 എന്ന് പറയുന്ന ഫിബ് ലെവൽ ബ്രേക്ക് ചെയ്താലായിരിക്കും നമുക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഇനി അതല്ല, ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്. ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിന് മുകളിലേക്ക് പ്രൈസ് പോയിട്ടുള്ളത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പോക്കായിട്ട് അത് തിരിച്ച് വീണ്ടും ഈ ഒരു ഗോൾഡൻ ലെവലിൽ തന്നെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഒരു 53,000ലേക്കൊക്കെ ഫിബൊനാച്ചി 0.27 ലെവലായിട്ടുള്ള 53 ലെവലിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ബാരിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞത് ഈ വീക്ക്, ഈ ഒരു ആഴ്ച നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഴ്ചയാണ്. നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ഒരാഴ്ച ഈ ഒരു ആഴ്ച ആയിരിക്കും. ഓക്കെ, അതാണ് 12 അവർ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റും. നമുക്കൊരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനായിട്ട്, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാലും അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മന്ത്ലി CPR ലെവൽ, ഓക്കെ, മന്ത്ലി CPR ലെവൽസ് ആയിട്ടുള്ള 62,000 മുതൽ 65,000 വരെയുള്ള ലെവൽ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ പ്രൈസ് അവിടേക്ക് എത്തുകയും അതിൻ്റെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ സംഭവിച്ചുകൊണ്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്രേക്ക് ഔട്ട്, ഒരു ഫേക്ക് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആവാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു CPR ലെവലിന് മുകളിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളായിട്ട് നമ്മളെല്ലാ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ഈ CPR ഇൻഡിക്കേറ്ററിനെ പറ്റി പറയുമ്പോൾ ആ CPR ലെവലിന് മുകളിലേക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യവും, അത് താഴേക്ക് വരികയാണെങ്കിൽ അതൊരു ബെയറിഷ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയാറുണ്ട്. ആൻഡ് അത് CPR ലെവൽസ് കൃത്യമായിട്ടുള്ള റിജക്ഷൻ ഏരിയ ആയിട്ട് അവിടെ ആക്ട് ചെയ്യാറുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു CPR ലെവൽസിനകത്താണ്. CPR 65,000 മുതൽ 62,000 വരെയുള്ള CPR ലെവൽസിനകത്താണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, പ്രൈസിന് കൃത്യമായിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടുകയാണ്, പ്രൈസ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഒരു 74,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, 72,000-74,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു റാലിയിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ആൻഡ് കുറച്ചുകൂടി ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഡേ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു അസെൻഡിങ് ട്രയാങ്കിൾ 1 അവർ ടൈം ഫ്രെയിമിൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, കൃത്യമായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് റൈസിങ് ലോവർ ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് മാറ്റി കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു 65,000ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് നമുക്ക് 65,000 എന്ന് പറയുന്ന ഒരു ലെവൽ എടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് തവണ ഈ ഒരു ഏരിയയിൽ പ്രൈസ് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. സോ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, ബുള്ളിഷ് കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് താഴേക്ക് ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബെയറിഷ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനാണ്. നമുക്ക് അവിടെ ലോങ് പൊസിഷൻസ് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ബിറ്റ് കോയിൻ്റെ ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സോ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കണക്ക് നടത്തുക. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.